എവിടെയെങ്കിലുമൊക്കെ ഒറ്റപ്പെടുന്നു എന്നുള്ളൊരു തോന്നൽ, അതിൻ്റെ തീവ്രത അനുസരിച്ച് അത് വളരെ വേദനാജനകമാണ്. ആരും ഇഷ്ടപ്പെടാത്തൊരനുഭവമാണ് ഒറ്റപ്പെടുക എന്നുള്ളത്. ചിലർ വലിയ ആൾക്കൂട്ടങ്ങളുടെ മധ്യത്തിൽ, സമൂഹത്തിൻ്റെ മധ്യത്തിലൊക്കെ ഒറ്റപ്പെടൽ അനുഭവപ്പെടാറുണ്ട്. സംസാരിക്കുന്ന ആൾക്കാരുടെ സംസാര രീതികൾ അല്ലെങ്കിൽ അവരുടെ സംസാര വിഷയങ്ങൾ അതുമായിട്ട് നമുക്ക് ബന്ധപ്പെടാൻ കഴിയുന്നില്ലെങ്കിൽ നമുക്ക് ഒറ്റപ്പെടൽ അനുഭവപ്പെടാറുണ്ട്. നമുക്കറിയാത്ത ഭാഷ സംസാരിക്കുന്ന ഇടങ്ങളിൽ നമുക്ക് ഒറ്റപ്പെടലുകൾ ഫീൽ ചെയ്യാറുണ്ട്. ഇങ്ങനെ ജീവിതത്തിൻ്റെ പല മേഖലകളിലും നാം പറയുന്ന ആശയങ്ങൾ, നാം ചിന്തിക്കുന്ന കാര്യങ്ങൾക്ക് വിപരീതമായ രീതിയിൽ സംസാരിക്കുന്ന ആൾക്കാരുടെ മധ്യത്തിലായിരിക്കുമ്പോൾ നാം ഒറ്റപ്പെടാറുണ്ട്. ചില സമയങ്ങളിൽ ആരും തന്നെ നമ്മുടെ കൂടെ ഇല്ലാതെ നാം ഒറ്റപ്പെടാറുണ്ട്. എന്താണ് ഈ ഒറ്റപ്പെടലിൻ്റെ ഉള്ളിലുള്ള ദൈവിക ആഴം? ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വിളിയുണ്ടെങ്കിൽ ചില സമയങ്ങളിൽ ദൈവം അങ്ങനെയുള്ള വ്യക്തികളെ വ്യത്യസ്തമായ ഒറ്റപ്പെടലിൻ്റെ അനുഭവങ്ങൾ കൂടി കടത്തിവിടാറുണ്ട്. ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഞാൻ മരുഭൂമിയിലേക്ക് അവളെ വശീകരിച്ചു കൊണ്ടുപോയി അവളോട് സംസാരിക്കും. ദൈവത്തിൻ്റെ പൈതലിനെ പലപ്പോഴും ദൈവം മരുഭൂമിയുടെ അനുഭവങ്ങളിലേക്ക്, ഏകാന്തമായ അനുഭവങ്ങളിലേക്ക് കൊണ്ടുപോയി മറ്റെല്ലാത്തിൽ നിന്നുള്ള ശ്രദ്ധയിൽ നിന്ന് മാറ്റിയിട്ട് ദൈവത്തിങ്കിലേക്കുള്ള ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാറുണ്ട്. അങ്ങനത്തെ അനുഭവങ്ങൾ പലപ്പോഴും നാം താൽക്കാലികമായിട്ട് അന്നേരത്തെ സാഹചര്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്ത് പഠിക്കുമ്പോൾ നമുക്ക് വളരെ വേദനാജനകമാണ്. ദൈവം എന്നെ കാണുന്നില്ലേ, അറിയുന്നില്ലേ, ഞാൻ പ്രാർത്ഥിക്കുന്നതും ഞാൻ ചിന്തിക്കുന്നതും ഞാൻ അനുഭവിക്കുന്ന വേദനകളൊക്കെ എന്ത് ദൈവത്തിന് കാണാൻ കഴിയുന്നില്ല എന്നൊക്കെ ചിന്തിക്കാറുണ്ട്. എന്നാൽ ബൈബിൾ പറയുന്നത് പോലെ ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമാർ. ഈ ലോകം മൊത്തം നിങ്ങൾക്ക് അനുകൂലമാണെങ്കിലും ദൈവം നിങ്ങൾക്ക് അനുകൂലമല്ലെങ്കിൽ ഒരു പ്രയോജനവുമില്ല. മറിച്ച് ഈ ലോകം മൊത്തം നിങ്ങൾക്കെതിരായിട്ട് നിൽക്കുമ്പോൾ ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ, ദൈവം നിങ്ങൾക്ക് അനുകൂലമാണെങ്കിൽ നിങ്ങൾക്കൊന്നും പ്രയാസപ്പെടാനായിട്ടില്ല. അങ്ങനെയെങ്കിൽ താങ്കളുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഏകാന്തതയും ഒറ്റപ്പെടലും ഇപ്പോഴത്തെ സാഹചര്യങ്ങളിലൊക്കെ പിന്നിൽ ഒരു ദൈവിക പദ്ധതി ഉണ്ടെന്നുള്ള യാഥാർത്ഥ്യം ഒന്ന് തിരിച്ചറിഞ്ഞുകൂടെ? ആ ഒരു തിരിച്ചറിവ് വലിയ വ്യത്യാസങ്ങളിലേക്ക് നയിക്കുകയാണ്. പ്രവാചകനായ ശമൂവേൽ, അദ്ദേഹം ബാലനായിരുന്നപ്പോൾ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ തൻ്റെ അമ്മ ദൈവാലയത്തിലേക്ക് കൊണ്ടുവന്ന് തന്നെ ആക്കുവാനിടയായിത്തീർന്നു. ആലയത്തിലെ ശൂന്യതകളെ നികത്തുവാൻ തക്കവണ്ണം പ്രാർത്ഥിച്ച് ലഭിച്ച പൈതലിനെ ആലയത്തിലേക്ക് കൊടുത്തു. ശമൂവേൽ ബാലൻ സ്വയമേ ചൂസ് ചെയ്ത ഒരനുഭവമല്ല, തൻ്റെ അമ്മ ദൈവത്തിൻ്റെ സന്നിധിയിൽ നേർന്ന നിമിത്തം താൻ അവിടെ ആയിത്തീർന്നു. നമ്മുടേതല്ലാത്ത തിരഞ്ഞെടുപ്പിൽ മറ്റുള്ളവർ നമ്മെ ആക്കിയ സാഹചര്യങ്ങളിൽ ചിലപ്പോൾ നാം ഒറ്റപ്പെട്ട് നമുക്കിഷ്ടപ്പെടാത്ത സാഹചര്യങ്ങൾ നാം ആകപ്പെടാറുണ്ട്. ഒരുപക്ഷെ ഏറ്റവും ഇരുളെന്ന് തോന്നിക്കുന്ന അനുഭവങ്ങളിലായിരിക്കാം നാം ആയിരിക്കുന്നത്. നമ്മിൽ ദൈവത്തിൻ്റെ പ്രകാശമായി തീരുവാനും ആ വെളിച്ചം നമ്മിൽ കൂടി നാം ആയിരിക്കുന്ന ആ സാഹചര്യങ്ങളെ മാറ്റിമറിക്കാൻ തക്കവണ്ണമുള്ള ദൈവിക പദ്ധതിയുടെ ഒരു പാർട്ട് നാം ആയിത്തീർന്നത് കൊണ്ട് പലപ്പോഴും നാം വേദന അനുഭവിക്കുമ്പോഴും ഒരു യാഥാർത്ഥ്യം തിരിച്ചറിയാൻ നാം പോകുന്നുണ്ട്. നാം അനേകർക്ക് വെളിച്ചം കൊടുക്കുകയാണ്. നാം ആണ് ആ സാഹചര്യത്തിൽ, ആ പ്രദേശത്തെ വെളിച്ചമായി തീരുന്നത്. ഒരുപക്ഷെ താങ്കളായിരിക്കും ആ കുടുംബത്തിലെ വെളിച്ചമായി തീർന്നത്. താങ്കൾ അവിടെ ആയിരുന്നില്ലെങ്കിൽ ആ കുടുംബത്തിൻ്റെ അവസ്ഥ വല്ലാത്ത അനുഭവമായിരുന്നു. താൻ അവിടെ ഉള്ളതുകൊണ്ട്, നിങ്ങളവിടെ ഉള്ളതുകൊണ്ട് അവിടെ ഒരു പ്രകാശം വ്യാപരിക്കുകയാണ്. ഇരുളിന് അവിടെ അധികാരമില്ല. അതെ, ഇരുളിന് പിടിച്ചടക്കാൻ കഴിയാത്ത ഒരു വെളിച്ചം നിങ്ങളുടെ ഉള്ളിലുണ്ട്. ഡാർക്ക്നെസ് കുഡ് നോട്ട് കോംപ്രിഹെൻഡ് ഇറ്റ്. അങ്ങനെയുള്ളൊരു വെളിച്ചമാണ് ദൈവത്തിലുള്ള വെളിച്ചം. ഇരുളിന് തിരിച്ചറിയാൻ കഴിയാത്തൊരു വെളിച്ചം, പിടിച്ചടക്കുവാൻ കഴിയാത്തൊരു വെളിച്ചം. അതെ, അതാണ് താങ്കൾ കൂടി പ്രകാശിക്കുന്നത്. ഈ ഒറ്റപ്പെടലിൻ്റെ മധ്യത്തിൽ ദൈവം ചിലത് പഠിപ്പിക്കുന്നുണ്ട്. ശമൂവേൽ ബാലൻ ദൈവാലയത്തിലായിരുന്നപ്പോൾ അന്നേരത്തെ പുരോഹിതനും തൻ്റെ മക്കളും ഒന്നും ദൈവിക പാതയിൽ നടക്കുന്നവരോ വേണ്ട രീതിയിലുള്ള ഉപദേശം നൽകുന്നവരല്ലായിരുന്നു. അവിടെയുള്ള ഏകാന്തതയുടെ മധ്യത്തിൽ ദൈവത്തിൻ്റെ ശബ്ദം തിരിച്ചറിയുവാൻ തക്കണം, ദൈവത്തിന് തന്നോട് സംസാരിക്കാനുള്ള ഒരു അനുഭവമായിട്ട് ദൈവം അതിനെ മാറ്റിയപ്പോൾ അത് ശമൂവേൽ ബാലൻ്റെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി തീർന്നു. ദാൻ മുതൽ ബർശേബ വരെ ദൈവത്തിൻ്റെ പ്രവാചകനെന്ന് അറിയപ്പെടുവാൻ തക്കവണ്ണം തീർന്നു. ഞാൻ ഉദാഹരണം പറയുകയാണ്. 2 വൃക്ഷങ്ങൾ, 2 പേർ, 2 സ്നേഹിതർ അവരുടെ ഭവനത്തിൻ്റെ മുമ്പിൽ അത് കുഴിച്ചു വെക്കുവാനിടയായി തീർന്നു. ഒരാൾ അദ്ദേഹത്തിൻ്റെ വൃക്ഷത്തെ വെള്ളവും വളവും ഒക്കെ കൊടുത്ത് എന്നും അതിനെ പരിപാലിച്ചുകൊണ്ടിരുന്നു. മറ്റേയാൾ അതിനെ നട്ടതല്ലാതെ പിന്നീട് അതിനു വേണ്ടി പരിചരണങ്ങളൊന്നും കൊടുത്തില്ല. ഈ 2 വൃക്ഷങ്ങളും വളർന്നു വരുവാനിടയായി തീർന്നു. കൂടുതൽ പരിചരണം കൊടുത്തത് അല്പം ഉയരം കൂടിപ്പോയോ എന്ന് ചിന്തിക്കാം.
എന്നാൽ ഒരു വലിയ കാറ്റും മഴയും വന്നപ്പോൾ ഈ ഏറ്റവും കൂടുതൽ പരിചരണം ലഭിച്ച മരം മറിഞ്ഞു വീഴുവാനിടയായിത്തീരും. മറ്റേ മരം അവിടെ വളരെ ബലത്തോടെ അവിടെ നിൽക്കുകയാണ്. എന്താണ് അവിടെ സംഭവിച്ചത്? വെള്ളവും വളവും ലഭിച്ചുകൊണ്ടിരുന്ന വൃക്ഷം അതിൻ്റെ വേരുകൾ ആഴത്തിലേക്ക് പോയില്ല. അതിന് വേണ്ടിയതൊക്കെ ലഭിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ഇതൊന്നും ലഭിക്കാത്ത വൃക്ഷത്തിൻ്റെ വേരുകൾ ആഴത്തിലേക്ക് ഇറങ്ങി വെള്ളം തപ്പി അതിൻ്റെ ഗന്ധത്തെ ശ്രദ്ധിച്ച് ആഴത്തിലേക്ക് ഇറങ്ങി അതിൻ്റെ വേരുകൾ ആഴത്തിലേക്ക് ഇറങ്ങിയപ്പോൾ ആ വൃക്ഷം കൂടുതൽ ബലവത്തായി തീരുവാനിടയായിത്തീർന്നു. നമ്മുടെ ശൂന്യതകൾ, നമ്മുടെ ഏതെങ്കിലും സാഹചര്യങ്ങൾ കൊണ്ട് നമ്മെ നികത്തുവാൻ കഴിയുന്നതിലും അപ്പുറമായി നാം ശൂന്യതകൾ അനുഭവിക്കുമ്പോൾ നാം ആഴത്തിലേക്ക് ഇറങ്ങി ദൈവത്തിൽ നിന്ന് നമ്മുടെ ആവശ്യങ്ങളെ പ്രാപിക്കാനിടയായിത്തീരും. അത് നമ്മളെ കൂടുതൽ കരുത്തുള്ളവരാക്കും, ബലമുള്ളവരാക്കും. ഈ സാഹചര്യങ്ങൾ നാം കടന്നു പോകുന്ന ഒറ്റപ്പെടലിനെക്കുറിച്ച് ഭാരപ്പെടേണ്ട. ദൈവത്തിന് വലിയ പദ്ധതികളുള്ളവരാണ് നിങ്ങൾ. യെശയ്യാപ്രവചനത്തിൽ കാണുന്നത് പോലെ ദൈവത്തിൻ്റെ വഴിയും ദൈവത്തിൻ്റെ പാതകളും വ്യത്യസ്തമാണ്. നിങ്ങളുടെ വഴികളല്ല ദൈവത്തിൻ്റെ വഴികൾ, നിങ്ങളുടെ വിചാരങ്ങൾ ദൈവത്തിൻ്റെ വഴികളുമല്ല. ആകാശം ഭൂമിക്ക് മുമ്പ് ഉയർന്നിരിക്കുന്ന പോലെ ദൈവത്തിന് വലിയ പദ്ധതിയും പ്ലാനുകളുമുള്ള താങ്കളെക്കുറിച്ച് ദൈവം ഈ ദിവസങ്ങൾ നടത്തുന്ന വഴികൾ അത് അനുഗ്രഹമായി തീരുവാൻ വേണ്ടി പ്രാർത്ഥിക്കുക. അങ്ങനെ ചിന്തിക്കുക. ഇതിൻ്റെ മധ്യത്തിലും ആഴത്തിൽ ദൈവത്തിങ്കിലേക്ക് ഇറങ്ങി ദൈവത്തോടുള്ള കൂട്ടായ്മയ്ക്ക് വേണ്ടി ആഗ്രഹിപ്പാനിടയാകട്ടെ. അതെ, നല്ലൊരു നാളിൽ നിങ്ങൾ പ്രകാശം കൊടുക്കുവാൻ ദൈവത്തിന് വേണ്ടി നിങ്ങൾ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഇരുട്ടിന് വ്യത്യാസം വരുത്തുന്നുണ്ട്. ഇരുട്ടിനെ വെളിച്ചമാക്കുവാൻ തക്കവണ്ണം ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ് താങ്കൾ. അതുകൊണ്ട് ധൈര്യത്തോടെ എഴുന്നേൽക്കാം. ദൈവം നിങ്ങളോട് കൂടെയുണ്ട്.